രണ്ടും അങ്ങനെ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് അങ്ങനെ അങ്ങനെ ലൈക്ക് എനിക്ക് ഈ നമ്പേഴ്സും അങ്ങനത്തെ അതിനെ കുറിച്ചൊന്നും ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവാൻ പേഴ്സണലി അത്ര താല്പര്യമില്ല. ഇത്ര പൈസ അവിടെ ചിലവാക്കും, ഇത്ര പൈസ ഇവിടെ, അങ്ങനെ ആ നമ്പേഴ്സ് അതിലേക്കൊന്നും ഇൻവോൾവ്. ഇതിന്റെ ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വിഷന്റെ കൂടെ ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ അതിനെ സമീപിച്ചിട്ടുള്ളൂ. അല്ലാതെ മറ്റേതും കൂടെ എടുത്ത് തലയിലേക്ക് കയറ്റി വെക്കാൻ പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ധാരണയുള്ള അങ്ങനെ ഒരു മാനേജിങ്, മണി മാനേജിങ്, ഫിനാൻസ് അല്ലെങ്കിൽ അങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ സ്മാർട്ടായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീം, ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നിഖിൽ, അല്ലെങ്കിൽ വർഷ, ആന്റണി, പിന്നെ സമീർ കോ പ്രൊഡ്യൂസർ സമീർ തായൂർ, അദ്ദേഹത്തിനുള്ള ഒരു പ്രൊഡക്ഷൻ എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിന്, പിന്നെ അനന്തു ഓഫ് കോഴ്സ് ഇതിൻ്റെ വൺ ഓഫ് ദാസർ കോ പ്രൊഡ്യൂസർ. അപ്പോൾ അതാണ് അതിന് പ്രൊഡക്ഷൻ എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ. ഞാൻ ഇതിൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡ്, ഒരു വിഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ ഇതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ആ സിനിമയ്ക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതലും എൻ്റെ ഫോക്കസ് മൊത്തം ആക്ടർ എന്നുള്ള രീതി തന്നെയായിരുന്നു, ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലല്ല. പക്ഷെ സിനിമ നന്നായി വരിക എന്നുള്ളത് എൻ്റെ പേരിൽ ഇറങ്ങുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്നുള്ള രീതിയിലുള്ള ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ സിനിമ നന്നാവുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് അതിന് വേണ്ടിയിട്ട് മാക്സിമം നിന്നിട്ടുണ്ട്. ഇവൻച്വലി അത് നന്നാക്കി എടുക്കുക എന്നുള്ള രീതിയിൽ, ആ ഒരു എക്സ്പെക്ടേഷൻ, ആ ഒരു ഗ്യാരണ്ടിയും കൊടുക്കുക എന്നുള്ള രീതിയിൽ. ബാക്കി മൊത്തത്തിൽ ആക്ടർ എന്നുള്ള രീതി തന്നെയായിരുന്നു മാക്സിമം ഫോക്കസ്. അല്ലാതെ പ്രൊഡക്ഷൻ ഹാസിൽസിനോട് പ്രത്യേകിച്ച് വലിയ താല്പര്യമില്ല. നൈറ്റ് ഒക്കെ ഷൂട്ടൊക്കെ കഴിയുമ്പോൾ 3 മണിയാകുമ്പോ വിളിക്കാത്ത കഴിഞ്ഞ എന്റെ കഴിഞ്ഞ 6 മണി വരെ ഉണ്ട്. അത് ബേസിയുടെ ഒരു നോട്ടമുണ്ട്, ഒരു പുച്ഛം രാവിലെ വരെ ഉണ്ടല്ലേ. ഗുഡ് നൈറ്റ്.